പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ നാടൻ സിനിമയിലെ ആളാണോ? ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത ഒരാൾ നമ്മൾ കണ്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഒരു വലിയ ചാനലിൽ. ആട്ടോ സിനിമയുടെ പ്രത്യേകത 25 കൊല്ലക്കാലത്തെ സൗഹൃദത്തിൽ നിന്നും ഉണ്ടായ ഒരു സിനിമയാണ്. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വൈറ്റില ഡിവിഷനിലെത്തിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രമുഖനെ കണ്ടെത്തി. എന്നാ വിചാരിച്ചു അവരെ നിങ്ങളെ കൂടെ കാണിക്കാന്നുള്ളത്. നിങ്ങൾക്ക് അറിയുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഹലോ ചേട്ടാ. പറയ്. ഈ ചേട്ടനെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ആട്ടം സിനിമ കണ്ടവരാരും ഈ ചേട്ടനെ മറക്കാനിടയില്ല. പേര് സെൽവരാജ് രാഘവൻ. എന്താണ് പരിപാടി ഇപ്പോൾ? പരിപാടി ഓട്ടോറിക്ഷ ഓടിക്കലാണ്. ചുവട്ടുതൊഴിലാളി ആയിരുന്നു ഒരു 10-25 കൊല്ലക്കാലം. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. സിനിമ പ്രവർത്തനം, നാടക പ്രവർത്തനമൊക്കെയാണ് നമ്മുടെ മേഖല. ഈ സിനിമ കണ്ടവരാരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ചേട്ടൻ ഓട്ടോ ഓടിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ എത്ര കൊല്ലമായി ഇപ്പോൾ ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഓട്ടോ ഓടിക്കാനായിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഈ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന പല ആളുകളും നമ്മളെ കാണുമ്പോഴത്തേക്ക് വണ്ടിയിൽ കയറുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണ് ചേട്ടാ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ പിന്നെ എന്താ പരിപാടി, നിങ്ങൾ നാടൻ സിനിമയിലെ ആളാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും നമ്മളങ്ങനെ പറയാറുണ്ട്. പിന്നെ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത ഒരാൾ നമ്മൾ കണ്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഒരു വലിയ ചാനലിലേക്ക്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ വലിയ സാമ്പത്തികമൊന്നും കിട്ടണില്ല കേട്ടോ. ഓട്ടോറിക്ഷക്കാരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അപ്പോൾ ആ തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പോയിരുന്നു. 3 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള, അത് മികച്ച ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, ആട്ടോ സിനിമയുടെ പ്രത്യേകത 25 കൊല്ലക്കാലത്തെ സൗഹൃദത്തിൽ നിന്നും ഉണ്ടായ ഒരു സിനിമയാണ്. 11 നായകന്മാരും ഒരു നായികയുമാണ് സിനിമയിലുള്ളത്. ആ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണണം. ആ സിനിമ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന, എങ്ങനെയാണ് പെൺകുട്ടികൾ സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് പെൺകുട്ടികൾ ശക്തി പ്രാപിക്കേണ്ടത് എന്നൊക്കെയാണ് ആ സിനിമയിൽ കൂടി നമ്മൾ പറയണത്. അത് ഒരു വലിയൊരു സിനിമയായിട്ട് ആൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും അത് കാണുന്നത് നല്ലതായിരിക്കും. ഒരു 3 ദേശീയ അവാർഡാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അത് നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. പുതിയ സിനിമകൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു പടം ഓൾറെഡി ഷൂട്ട് നടക്കുന്നുണ്ട്. അത് ബിജു മേനോൻ, ശ്രീനാഥ് ബാസി, ഗണപതി, അനശ്വര രാജൻ ഇവരൊക്കെയാണ് അത് അഭിനയിക്കുന്നത്. സാജൻ പള്ളുരുത്തി. ഇപ്പം ഞാൻ അതിനകത്ത് ഒരു വേഷം ചെയ്യുന്നുണ്ട്. തീർന്നിട്ടില്ല. ഒരു 2 ദിവസം ക്ലൈമാക്സ് ഓൾറെഡി നടക്കാൻ ഉണ്ടിനി. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞൊരു പടം ഓൾറെഡി ഇപ്പോൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. അത് എൻ്റേത് ഇപ്പോൾ ഈ അടുത്ത 2 ആഴ്ച കൂടി കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ അടുത്ത ഷെഡ്യൂളിലാണ് എൻ്റെ വേഷം. ഒരു ബാലിത്തെയ്യം എന്നൊക്കെ പറയുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് അങ്ങനെ ചെയ്യും ഇപ്പോൾ തുടങ്ങും. പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഉള്ളത്. പിന്നെ വേറെ 1-2 പടങ്ങളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ആട്ടോ സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന രീതിയിൽ നമ്മൾ വേറെ അധികം സിനിമകളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷേ എന്തോ നമ്മൾ ആളുകൾ അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. സിനിമ മാത്രമല്ല, ഓട്ടോ ആണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഓട്ടോ ഓടിക്കലാണ്. ഓട്ടോ ഓടിക്കുന്നു. പിന്നെ ഇവിടെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ. നല്ല വലിയ ഇതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഭയങ്കര ടൈറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ വി പി ചന്ദ്രൻ, നമ്മുടെ വലിയൊരു ചങ്ങാതി, അദ്ദേഹം മത്സരിക്കുന്നു. തൊട്ടിപ്പുറത്ത് എൻ്റെ അയൽവക്കക്കാരനും എൻ്റെ വലിയ സുഹൃത്തുമായിട്ടുള്ള എബി സാബു ചേട്ടൻ ഇപ്പുറത്ത് മത്സരിക്കുന്നു. അപ്പോൾ അവിടെ രാഷ്ട്രീയം, ഓരോ ആളുകൾ രാഷ്ട്രീയം നോക്കുന്നവരുണ്ട്, ചില ആളുകൾ രാഷ്ട്രീയം നോക്കാത്തവരുണ്ട്. എനിക്ക് തോന്നുന്നത് പുതിയ കാലത്ത് രാഷ്ട്രീയം നോക്കാതെ എന്താണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെയാണ് ഈ ഓരോ ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപകരിച്ചേക്കണത്, അത് അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ വരാൻ പോകുന്നത്. എന്തായാലും നല്ല മത്സരമാണ് നടക്കുന്നത്. ഇവിടെയല്ല എവിടെയും നല്ല മത്സരം നടക്കുന്നു. നല്ല ഇതോട്ട് വരട്ടെ, നല്ല ആളുകളുണ്ടാവട്ടെ, നല്ല പ്രവർത്തനങ്ങളുണ്ടാവട്ടെ. ഞാനും ഒരു ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷമാണ് എൻ്റെ പക്ഷം. അപ്പോൾ ഇടതുപക്ഷക്കാരനെന്ന രീതിയിൽ ഞാനും മറ്റ് സ്ഥലങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇടതുപക്ഷക്കാരനെന്ന രീതിയിൽ അത്തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഒരു സിനിമാക്കാരൻ എന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടോ അങ്ങനെ എന്തെങ്കിലും പാടാൻ പറ്റുമോ? പാട്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു 2 വരി പാടാമെന്ന് വെച്ചെന്നാൽ, മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ, അത്ര 2 വരി പാട് മറന്നുപോയി ഞാൻ.
രണ്ടുപേര് പാടുമെന്ന് പറഞ്ഞു, കറക്റ്റ് രണ്ടുപേര് തന്നെ പാടിയിരിക്കുകയാണ്. അപ്പോൾ സെൽവരാജേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഓടിക്കുന്നുണ്ട്, കൂടാതെ മറ്റ് സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആട്ടം സിനിമ കാണാത്തവരൊക്കെ ആട്ടം സിനിമ കാണണം. സിനിമകൾ കാണാത്ത ആളുകൾ ആട്ടം സിനിമ കാണണം. പിന്നെ എന്താണ്, അത് കാണുന്ന സംവിധായകരോ അല്ലെ അതുപോലുള്ള പ്രൊഡക്ഷൻസോ അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ച് പോകുന്ന ഒരാളെന്ന രീതിയിൽ നമ്മളെയൊക്കെ വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കണം. ചെറിയ ചെറിയ വേഷമൊക്കെ തരണം എന്നൊക്കെയാണ്. അതെ അതെ, ചെറിയ ചെറിയ വേഷമൊക്കെ കൊടുക്കണം. കുറച്ചും കൂടി നല്ല സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ, നല്ല പ്രമുഖരുടെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുവാണ്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.